ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നെല്ലിക്ക വെച്ചിട്ട് ഒരു ഐറ്റമാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിനെ ലേക്ക് എന്ന് പറയാം, ഹൽവ ഉണ്ടല്ലോ അത് അങ്ങനെ പറയാം. അതായത് മുറിച്ച് നമുക്കൊരു ഡബയിലിട്ട് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. 250 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ നെല്ലിക്ക. കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട് വെച്ചു, അച്ചാറിട്ട് വെച്ചു. ബാക്കിയുള്ളത് 250 ഗ്രാം നെല്ലിക്കാണ് കേട്ടോ. ശർക്കര ഉരുക്കിയതാണ്. 250 ഗ്രാം നെല്ലിക്കയ്ക്ക് 250 ഗ്രാം തന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കട്ട കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്തിരി മധുരം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊന്ന് ആവിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പൊളിച്ച് കുരുവൊക്കെ കളയാം. നല്ല വലിയ നെല്ലിക്കായിരുന്നു കേട്ടോ. ഇതിനി മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് വരാം. ഇതിപ്പോൾ ശർക്കര ഉരുക്കിയത് 1/4 ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ ഉരുക്കിയത്. ശർക്കരയുടെ വെള്ളം ഇതിൽ അരയ്ക്കണ വെള്ളം കുറച്ച് ഉപയോഗിക്കാം. അപ്പോഴാണ് പെട്ടെന്ന് നമുക്കിതായി കിട്ടുള്ളൂ കേട്ടോ. വെള്ളം കൂടി കഴിഞ്ഞാൽ കുറേ ഇട്ട് ഇളക്കി കുറേ നേരം പിടിക്കും കേട്ടോ. കുറച്ച് അരച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് ഗ്ലാസ്സിലാണെങ്കിൽ 1/4 ഗ്ലാസ് എടുത്താൽ മതി. അപ്പോൾ 1/4 ഗ്ലാസ് കോൺഫ്ലവറിന് 1/4 ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. വെണ്ണ നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനി നമ്മളിത് ഇളക്കി ലേഹിയാക്കി എടുക്കട്ടോ. ലേഹിയാക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ആക്കാം. ഞാനിപ്പോൾ ഇതൊരു പീസായിട്ട് മുറിച്ചിട്ട് ഒരു ദിവസമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചെങ്കിലാണ് അത് നല്ല കട്ടിക്ക് വരുള്ളൂ കേട്ടോ. ഇപ്പോൾ നല്ലോണം ഇളക്കി എടുക്കണ്ട കേട്ടോ. പിന്നെ ഉള്ള വെള്ളമൊക്കെ വറ്റി വരട്ടെ. ഇപ്പോൾ പകുതി ആയിട്ടുണ്ട്. ഇനി വിട്ട് വരുന്ന അനുഭവം ഇറക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂണ് നമ്മുടെ ഏലക്കായ പൊടിച്ചിട്ടില്ല അത് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്കായ പൊടിച്ച മിക്സഡ് ജാറിൽ തന്നെയാണ് ഞാൻ ഈ നെല്ലിക്കൊക്കെ അരച്ചത്. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റ് കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. ഉണ്ടാക്കി മുറിച്ച് വരുമ്പോഴേക്കും പകുതി അത് കഴിഞ്ഞു. അത്ര രുചിയുണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട്. കുട്ടികൾ മാത്രമല്ല വലിയവർക്കും വളരെ ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഞാൻ മുന്നത്തെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ നെല്ലിക്ക ലേഹിയാണത്. ഇത് അതേപോലെയല്ല, ഇത് അതിനേക്കാൾ വ്യത്യാസമായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിലേക്ക് പകർത്താം. ചൂടാറി കുറച്ചൊന്ന് തണുത്തതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഉറച്ചിട്ടാണ് മുറിക്കുക കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും വന്ന് വാങ്ങിക്കും കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി ഒരു ടീസ്പൂണും ഇത്തിരി നെയ്യ് ആക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഒരു ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയോളൂ. ഫ്രിഡ്ജിലൊന്ന് വെച്ച് സെറ്റാവും വെച്ചേക്കട്ടോ. അപ്പോൾ ഇത് മുറിച്ചെടുക്കാം. നല്ലോണം ഉറച്ച് വന്നിട്ടില്ല കേട്ടോ. കുറച്ചുകൂടി നേരം വേണം ഉറക്കണമെങ്കിൽ. നമുക്ക് വീഡിയോ എടുക്കണ്ടേ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.